പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പുത്തൻ പ്രഭാതം കൂടി നമുക്ക് കർത്താവ് ദാനം ചെയ്തു തോർത്ത് കർത്താവിന് എല്ലാ നന്ദിയും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതം ദൈവവചന ധ്യാന ചിന്തയോടെ നമുക്ക് ആരംഭിക്കുന്നതിന് ആധാരമായി ഒരു വേദവചനം വായിച്ച് നമുക്ക് ആരംഭിക്കാം. ആവർത്തന പുസ്തകം 28 അധ്യായം അതിൻ്റെ 10 വാക്യം. ഡ്യൂട്ടോണമി ചാപ്റ്റർ 28 വേഴ്സ് 10. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. പരിചിതമായ വാക്കാണ്. ആവർത്തന പുസ്തകത്തിലായതുകൊണ്ട് ഇത് വിളിക്കപ്പെട്ട ഇസ്രയേലിന് കൊടുത്തിരിക്കുന്ന ദൈവവചനമാണ്. അതിൻ്റെ ആവർത്തിച്ച് പറയുന്നുണ്ട്, പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഈ വാക്യം നമുക്കറിയാം. ഈ വാക്യത്തിൻ്റെ പൊരുൾ നമുക്കറിയാം. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. യഹോവയുടെ നാമം വിളിച്ചിരിക്കുന്ന ജനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. യഹോവ അവരുടെ കൂടെയുണ്ട്. ആയുധമില്ല, അഭ്യാസങ്ങളില്ല, മറ്റു യാതൊന്നും കയ്യിലില്ല, എങ്കിലും യഹോവ അവരോട് കൂടെയുണ്ട്. ചെങ്കടൽ അവയെ ആർത്തിരമെന്ന് ചെങ്കടലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇസ്രയേൽ ജനത്തിൻ്റെ കയ്യിൽ, വിളിക്കപ്പെട്ടവരുടെ കയ്യിൽ, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കയ്യിൽ ആയുധങ്ങളില്ല, അക്കരെ കിടക്കാൻ നിർവാഹമില്ല, അഭ്യാസങ്ങളില്ല, മറ്റു യാതൊരു ടാക്ടിക്സുമില്ല. അപ്പോഴാണ് പിൻപിൽ നിന്ന് ആയുധത്തിൻ്റെയും രഥത്തിൻ്റെയും അകമ്പടിയോടെ ഫറവോൻ സൈന്യവും വരുന്നത്. പക്ഷെ യഹോവ കൂടെയുള്ള ജനത്തോട് ഭയപ്പെടേണ്ട, ജനത്തോട് അക്കരയ്ക്ക് പോകാൻ, ജനത്തോട് മുന്നോട്ട് പോകാൻ കൽപ്പിക്കുക എന്ന മോശയോട് ദൈവം പറയുന്നത്. അതെങ്ങനെ സാധിക്കും? അതിനൊരു വഴിയുണ്ട്. കർത്താവ് കൂടെയുണ്ട്, അത് മാത്രം. കർത്താവ് കൂടെയുണ്ട്. ആശ്രയത്വം ദൈവത്തിലാണെങ്കിൽ, കുഞ്ഞേ, ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ, ഈ സമയത്ത് നീ വചനം കേൾക്കുമ്പോൾ ആശ്രയത്വം ദൈവത്തിലാണെങ്കിൽ പതറിപ്പോകരുത്, പിന്മാറിപ്പോകരുത്. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു, നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. പിന്നീട് യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ വാചകം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ചെങ്കടൽ അന്ന് പിളർന്നത് കണ്ട് ജനം ഭയപ്പെട്ടു, ജാതികൾ ഭയപ്പെട്ടു. ഹല്ലേലൂയ. പിന്നീട് മുന്നോട്ട് വരുമ്പോൾ കാണാൻ കഴിയുന്നത്, യോർദാന്റെ തീരത്ത് വരുമ്പോഴും, യോർദാൻ നദിയുടെ തീരത്ത് വരുമ്പോഴും ആശ്രയത്വം ദൈവത്തിലുള്ള, ദൈവത്തിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനത്തിനു വേണ്ടി അവിടെയും കാണാം നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം. ആ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു കാരണം കൊണ്ട് ജനം വിടുവിക്കപ്പെടുന്നു. ജനം അക്കരെ കിടക്കുന്നത് കാണാം. ജനം അക്കരെ കിടക്കുന്നത്. ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. ഈ യോർദാൻ കടന്ന് അക്കരെ എത്തുന്ന ജനമാ അടുത്ത എരിഹോ കോട്ടയിലേക്ക് കിടക്കുന്നത്. ഇതൊരു ഭയങ്കര നമ്മളെ സ്പർശിക്കുന്ന വാക്കാണ്. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടുവാനിടവരും. കുഞ്ഞ്, നിന്നെ കണ്ടിട്ട് ലോകം ഭയപ്പെടുമെന്ന്. കാര്യം, ദൈവം അഖിലാണ്ടത്തിന്റെ ഉടയവൻ നിന്റെ കൂടെയുണ്ട്. ആ നിനക്ക് വേണ്ടി രക്തത്തിന്റെ വില തന്ന് നിന്നെ വിലയ്ക്ക് വാങ്ങിയവന്റെ മുദ്ര നിന്റെ മേൽ കിടപ്പുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ആ മുദ്ര, വാക്തത്വത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിൻ മുദ്ര നിന്റെ മേൽ കിടപ്പുണ്ടെങ്കിൽ നീ സ്വർഗത്തിന്റെ വകയാ. അതുകൊണ്ട് സ്വർഗത്തിന്റെ വകയായി ഇരിക്കുന്നത് കൊണ്ട് നിനക്ക് ഭയപ്പെടാനില്ലെന്ന് കർത്താവ് ചേർത്ത് പിടിച്ചിരിക്കുകയാണെന്ന് അർത്ഥം. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട് കേട്ടോ. ഈ വചനം മാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന യഹോവയുടെ നാമം നിന്റെ മേൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് ജാതികൾ കണ്ടു ഭയപ്പെടും നിന്നെ കണ്ടിട്ട്. അത് സത്യമാണ്. കാരണം നീ ഒറ്റയ്ക്കല്ല എന്ന് കാണുമ്പോൾ നീ ഒറ്റയ്ക്കാണ്, ശക്തിയില്ല, ബലമില്ല, അങ്ങനെയൊക്കെ ആണെങ്കിലും
നിന്റെ മേൽ ദൈവശക്തി അല്ലെങ്കിൽ ദൈവത്തിന്റെ നിഴൽ നിന്റെ മേൽ ഇട്ടിരിക്കുന്നത് കൊണ്ട്, കർത്താവ് നിന്നെ കരം പിടിച്ചിരിക്കുന്നുണ്ട്, ആ രക്തത്തിന്റെ മുദ്ര ഇട്ടിരിക്കുന്നത് കൊണ്ട്, ആ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട്, ദൈവം നിന്റെ കൂടെ നടക്കുന്നത് കൊണ്ട് ജാതികൾ കണ്ട് ഭയപ്പെടും. ഇവിടെ മാത്രമല്ല, പുതിയ നിയമത്തിൽ വരുമ്പോഴും എഴുതിയിട്ടുണ്ട്, ആ വാക്കുകൾ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടുത്തുന്ന അവസരങ്ങളുണ്ട്. പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിനകത്തിട്ടിട്ട് അവിടെ തീർന്നുപോയി എന്ന് പറയുമ്പോ, തീർന്നുപോയി എന്ന് വിധി എഴുതുമ്പോ, അന്ന് ദൈവത്തിന് മറ്റൊരു പദ്ധതിയുണ്ട്, മറ്റൊരു പർപ്പസ് ഉണ്ട്. കാരാഗ്രഹ പ്രമാണിയെ പുറത്തു കൊണ്ടുവരുന്നൊരു പർപ്പസ് ഉണ്ട്. കാരാഗ്രഹ പ്രമാണിയെ അതേ കൂട്ടിച്ചേർക്കുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തിന്റെ നാമം വിളിക്കപ്പെടാൻ, ദൈവത്തിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന നീ ചെല്ലുന്ന ഇടം അനുഗ്രഹിക്കപ്പെടും. ജാതികൾ കണ്ടു ഭയപ്പെടും. മറ്റൊരു തരത്തിൽ കാണാം, അപ്പോസ്തല പ്രവൃത്തി 15-ാമത്തെ അധ്യായത്തിൽ കാണാം, കണ്ടു ഭയപ്പെടുന്നൊരു മേഖല. 4 ചേവകരുടെ അടുത്ത് അകത്തെ കാരാഗ്രഹത്തിനകത്ത് 1-ാം വാതിലും 2-ാം വാതിലും ഇരുമ്പ് വാതിലും തനിയെ തുറന്ന് പുറത്തു വരുന്ന പത്രോസിനെ കണ്ട് ഭയപ്പെടുന്ന ഹെരോദാവുണ്ട്. 28-ൽ ഒരു ഭയങ്കര കാര്യം കാണാം. ചരാചരങ്ങളുടെ സൃഷ്ടിതാവായ ദൈവം അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ കാര്യങ്ങളും മാറ്റിമറിച്ച് അവരുടെ പാരമ്പര്യം അനുസരിച്ച്, അവരുടെ കാഴ്ചയനുസരിച്ച്, അവർ ഇന്ന് വരെ കണ്ടിട്ടുള്ള കാഴ്ച അനുസരിച്ച് അണലി ചാടി ചുറ്റിയാൽ മാൾട്ടയിൽ കാണുന്നത് അവർ വീർത്തു വീഴും, അല്ലെങ്കിൽ ചത്തുപോകും. ഇതാ കാണുന്നത്. എന്നാൽ ആ പാരമ്പര്യത്തെ തെറ്റിച്ചുകൊണ്ട്, അവരുടെ നിയമത്തെ തെറ്റിച്ചുകൊണ്ട് ഒരുത്തൻ ദൈവത്തിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ആ പൗലോസിന്റെ ഭീതി ജാതികളുടെ മേൽ വീഴുക. പിന്നെ എഴുതിയിരിക്കുന്നവർ മനസ്സു മാറി ദേവൻ എന്ന് പറയുന്നു. മനസ്സു മാറി ദേവൻ എന്ന് പറയുന്നു. ഹല്ലേലൂയ. വചനത്തിനകത്തേക്കൊന്ന് ഒന്ന് ചിന്തിച്ചേ. മനസ്സ് മാറി പിന്നീട് ദേവൻ എന്ന് പറയുക. ഹല്ലേലൂയ. യഹോവയുടെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു. ആ വിളിക്കപ്പെട്ടിരിക്കുന്നവരെ നിന്നെ വിളിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ നാമം നിന്റെ മേലുള്ളത് കണ്ട് ജാതികൾ ഭയപ്പെടും നിന്നെ കണ്ട്. ഇവിടെ ഒരു പോലീസുകാരൻ, അവൻ നരുന്തു പോലെ ഇരിക്കുന്നത്, അവനെ കാണാൻ അവനെ കണ്ട അത്ര വലിയ കാഴ്ചയ്ക്ക് മനോഹാരിതനല്ല. അവനെ വണ്ണമില്ല, നരുന്തു പോലെ ഇരിക്കുന്നത്. പക്ഷെ അവനൊന്ന് കരം കാണിച്ചാൽ നിർത്തും. മനുഷ്യൻ എന്നുള്ള ലേബലല്ല, അവന്റെ യൂണിഫോമിൽ എഴുതിയിട്ടുണ്ട് അവന്റെ അധികാരം. നീ അറിയുന്നില്ലെങ്കിലും പിശാച് നിന്നെ ഭയപ്പെടാൻ ഒരു കാര്യമുണ്ട്. അത് എതിർത്തു നിൽക്കുന്നവർ ഭയപ്പെടാൻ ഒരു കാര്യമുണ്ട്. നീ അറിയാതെ രക്തത്തിന്റെ മുദ്ര, പരിശുദ്ധാത്മാവിന്റെ മുദ്ര, അവന്റെ നാമത്തിന്റെ മുദ്ര, യേശുവിന്റെ നാമത്തിന്റെ മുദ്ര നിന്റെ മേൽ ഇട്ടിരിക്കുകയാ. അതുകൊണ്ടാ യോശുവയോട് പറയാൻ, നിന്റെ ആയുസ്സിൽ ഒരുവരും നിന്റെ നേരെ നിൽക്കുകയില്ല. ആ ഒരു അധികാരമാണ് ദൈവം തന്നിരിക്കുന്നത്. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഒരു വ്യവസ്ഥയുണ്ട്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടനുസരിച്ചാൽ, ആവർത്തിച്ച് പറയുന്ന വാക്കാണ്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടനുസരിച്ചാൽ. ഒരു പോലീസുകാരന് അധികാരമുണ്ടെങ്കിൽ അവന്റെ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് അവൻ നിയമം അനുസരിക്കുന്ന രാജ്യത്തിന്റെ, സ്റ്റേറ്റിന്റെ ആ ഉന്നത ഉദ്യോഗസ്ഥന്റെ, സുപ്പീരിയേഴ്സിന്റെ നിയമം അനുസരിച്ച്, ഓർഡർ അനുസരിച്ചാണ് നിൽക്കുന്നത്. ആ സേനയുടെ, പോലീസ് സേനയുടെ നിയമം അനുസരിച്ചാണ് നിൽക്കുന്നത്. ആർമിയിലാണെങ്കിൽ ആ സേനയുടെ നിയമം അനുസരിച്ചാണ് നിൽക്കുന്നത്. അവനാണ് യൂണിഫോം കിട്ടുന്നത്, അവനാണ് വാല്യൂ ഉള്ളത്. എന്നെങ്കിലും സേനയിൽ നിന്നുള്ള നിയമം തെറ്റിച്ചാൽ ആ യൂണിഫോം ഊരി തിരികെ വാങ്ങും. അവനെ സർവീസിൽ ഡിസ്മിസ് ചെയ്യും, അല്ലെ സസ്പെൻഡ് ചെയ്യും. അതാ നിയമം, അതാ വ്യവസ്ഥ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടനുസരിച്ചാൽ, ഒപ്പം നടക്കുന്നത് കർത്താവിനോട് കൂടെയാണെങ്കിൽ, ഇത് ഈ വചനം കേട്ടേ, അവന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ ഭീതി ഉണ്ടല്ലോ ജാതികളുടെ മേൽ വീഴും. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് എഴുതി, നിങ്ങളുടെ ഭീതി, ജനത്തിന്റെ ഭീതി ജാതികളുടെ മേൽ വീഴും. ജനത്തിന്റെ ഭീതി അത് ജാതികളുടെ മേൽ വീണിരിക്കുന്നു. ദൈവജനമേ, ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അവന്റെ നാമം, ദൈവത്തിന്റെ നാമം നിന്റെ നെറ്റിമേൽ മുദ്രയിട്ടിരിക്കുക. അവന്റെ നാമത്താൽ നീ പ്രൊട്ടക്ഷൻ, നിന്നെ സേവ് ചെയ്തിരിക്കുക, നിന്നെ ബലപ്പെടുത്തിയിരിക്കുക. നീ ഇറങ്ങുമ്പോൾ നിനക്കറിയില്ലെങ്കിലും നീ അധികാരത്തിന് കീഴില. ആ നാമത്തിനൊരു അധികാരമുണ്ട്, ആ രക്തത്തിനൊരു അധികാരമുണ്ട്, ആ മുദ്രയ്ക്ക് ഒരു അധികാരമുണ്ട്.
കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനത്തെക്കുറിച്ചുള്ള ഭീതി ജാതികളുടെ മേൽ വീഴുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അസാധാരണമായ ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കും. യഹോവ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കുന്നതിനായി നന്ദി പറയുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യഹോവ കൂടിയിരിക്കുന്ന ഇത്ര ശ്രേഷ്ഠതയുള്ള ജാതി ഏതുള്ളൂ എന്ന് ചോദിക്കുന്നത് പോലെ കർത്താവ് തിരഞ്ഞെടുത്തതിനായി നന്ദി പറയുന്നു. ആ നാമം ഉറപ്പിക്കുന്നതിനായി നന്ദി. ആ നാമത്താൽ വീണ്ടെടുത്തതിനായി നന്ദി. ആ നാമത്തിന്റെ ബുദ്ധിയിട്ടിരിക്കാൻ നന്ദി പറയും. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയിട്ടിരിക്കാൻ സ്തോത്രം. എല്ലാ മാനമുഖത്തോടും എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കൃപയിൽ മറിയാം. ഗോഡ് ബ്ലസ് യു.